ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായാലും അത്തരത്തിലുള്ള പഞ്ചായത്ത് അംഗങ്ങളായാലും എല്ലാവരും തന്നെ ഈ ഒരു കർമ്മത്തിലേക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അത്തരത്തിൽ ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും തന്നെ നോക്കാതെ ഒറ്റക്കെട്ടായി ഒരു ജനസമൂഹം മുഴുവൻ ഇവരുടെ കൂടെ നിൽക്കുകയാണ്. ആ ഒരു രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വിഷാദാത്മകമായ രംഗം എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർ വിട പറയുകയാണ്. അവരുടെ മൃതദേഹങ്ങൾ കുഴിമാടങ്ങളിലേക്ക് എടുക്കുകയാണ്. ഏറ്റവും അവസാനമായ കാഴ്ച എന്ന് പറയുന്നത് തിരിച്ചറിയപ്പെടാത്തവരുടെ മൃതദേഹങ്ങൾ എന്നാൽ തങ്ങളുടേതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ, അത് സ്വന്തം രക്തമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ, അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ്. സന്നദ്ധ പ്രവർത്തകരായാലും അവരെ കേരളം വണങ്ങേണ്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്രയേറെ ശ്രദ്ധയോടുകൂടിയാണ് സന്നദ്ധ പ്രവർത്തകർ മറ്റൊരു പ്രശ്നവുമില്ലാതെ ഒറ്റ മനസ്സോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5-6 ദിവസങ്ങളിലായിട്ടും നാം കണ്ട കാഴ്ച അതാണ്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും സഹായ പ്രവാഹങ്ങൾ എത്തിച്ചേരുന്നു ഇവിടെ. അതുപോലെ തന്നെ ആ സഹായ പ്രവാഹങ്ങളെല്ലാം തന്നെ കൃത്യമായി വിഭജിക്കപ്പെടുന്നു. അവർക്ക് ഇനി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നു, വീണ്ടും എത്തിച്ചേരുന്നു. അത് അവസാനം ഈ ഒരു കുഴിമാടത്തിലേക്ക് എത്തുന്നത് വരെ അവരോടൊപ്പം കരളുറപ്പോടെ നിൽക്കാൻ കേരള ജനതയ്ക്ക് ആകെ സാധിച്ചു എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ക്യാമ്പുകളിലടക്കം ഒരുക്കിക്കൊണ്ട് അവരുടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കും വിധത്തിൽ ക്യാമ്പുകളടക്കം നടത്തിക്കൊണ്ട് അതേസമയം തന്നെ പരമാവധി ആളുകളെ തിരികെ ലഭിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് അവരെ അതിജീവിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ തന്നെ കേരളം ഇവരോടൊപ്പം ഒത്തുചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയേറെ സ്നേഹത്തോടെ കേരളം നിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാത്ത മാതൃകയാണ്. അത് തന്നെയാണ് നമുക്ക് ഈ അവസാന നിമിഷത്തിൽ വേർപിരിയുന്ന അവസാന നിമിഷത്തിൽ കേരളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസാന നിമിഷത്തിൽ പോലും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഏറ്റവും ചെറിയ മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു കുഴിമാടങ്ങൾ പോലും നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സന്നദ്ധ പ്രവർത്തകർ 30 കുഴിമാടങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ഒരുക്കിയത്. അതിൽ എല്ലാം തന്നെ മന്ത്രിമാർ പിന്നീട് വന്ന് അവസാന നിമിഷത്തിൽ മന്ത്രിമാരടക്കം വന്ന് അതൊക്കെ പരിശോധിക്കുന്നതും അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നതും ഏകദേശം അത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതിനു ശേഷം ആണ് മൃതദേഹങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്.